കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമയിൽ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാർ ഉണ്ടാകാം, പക്ഷേ സിനിമാ വ്യവസായ രംഗത്ത് വില്ലന്മാർ ഉണ്ടാകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിനിമാ വ്യവസായത്തിൽ സിനിമയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. ചൂഷകർക്കൊപ്പമല്ല, ചൂഷണം നേരിടുന്നവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൊഴികളിൽ പരാമർശിക്കുന്ന ആർക്കെതിരെയും കേസെടുക്കാൻ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടില്ല. മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ഹേമ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സിനിമാ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാരുണ്ടാകാം, പക്ഷേ സിനിമാ വ്യവസായത്തിൽ വില്ലന്മാരുടെ സാന്നിധ്യം പാടില്ല. സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്രഖ്യാപിതമായ വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നത്. സിനിമയ്ക്കുള്ളിലെ അനഭിലഷണീയമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും എടുക്കുന്ന ജോലിക്ക് മാന്യമായ വേതനം ഉറപ്പുവരുത്താനും സിനിമയിലെ സംഘടനകൾ മുൻകൈയെടുക്കണം. സിനിമയ്ക്കുള്ളിൽ സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. മാന്യമായ പെരുമാറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോബിയിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടീനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത്. ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം. ആരെയും ഫീൽഡ് ഔട്ട് ആക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത്. കഴിവും സർഗാത്മകതയും തന്നെയായിരിക്കണം സിനിമയിലെ എല്ലാതരം സാങ്കേതിക പ്രവർത്തനത്തിൻ്റെയും മാനദണ്ഡം. ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത് സിനിമ. സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നത് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളിൽ ചിലത് സിനിമയിലും എത്തുക സ്വാഭാവികമാണ്. സിനിമക്കുള്ളിലെ ചൂഷണം, അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. ഇരക്ക് നിരുപാധികമായ ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അത് ഒരിക്കലല്ല പലവട്ടം ഈ സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതുമാണ്. സംസ്ഥാനത്ത് സിനിമാ നയം നടപ്പിലാക്കാനായി കമ്മിറ്റി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടിയന്തര പ്രാധാന്യത്തോടെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വനിതകളുടെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സമഗ്രമായ സിനിമാ നയം നടപ്പിലാക്കുക എന്നതാണ്. സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിൻ്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിനിമാ നയത്തിൻ്റെ കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി ഒരു കോൺക്ലേവ് നടത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിപുലമായ ചർച്ച നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുക.
വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ചൂഷണം നേരിടുന്നവർക്കൊപ്പമാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി അടിവരയിടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർന്നുള്ള നടപടികൾ, നീക്കങ്ങൾ എങ്ങനെ? എന്തായാലും വിശദമായ കാര്യങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ആദ്യം മുതൽ ഈ കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ച നടപടികൾ മുതലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയായിരുന്നു എന്ന ആരോപണത്തിന് അതിനുള്ള മറുപടി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല. പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ നിരന്തരം പലതവണയായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന കാര്യം. അതിൽ മൊഴികൾ നൽകിയ ആളുകളുടെ പേരുകൾ പുറത്തു പോകരുത് എന്ന കാര്യവും ആവർത്തിച്ച് ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഏറ്റവും രഹസ്യാത്മകത എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫറെ പോലും പുറത്തുനിന്ന് വെക്കാതെ ഹേമ കമ്മീഷൻ അംഗങ്ങൾ ചേർന്നാണ് ഈ ടൈപ്പിംഗ് പോലും അറിയാത്ത ആളുകൾ അവർ തന്നെ രഹസ്യ സ്വഭാവത്തോടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന കാര്യം ഓർക്കണമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും രീതിയിൽ ഉള്ള അതിനാൽ പരാമർശവുമായി ബന്ധപ്പെട്ട നിലയിൽ ചലച്ചിത്ര മേഖലയിൽ ആരോഗ്യകരമല്ലാത്ത അനൗദ്യോഗികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഹേമ കമ്മീഷൻ ഒരു കാര്യത്തിലും ഈ റിപ്പോർട്ടിൽ എവിടെയും ആരുടെയെങ്കിലും മേലെ ഒരു കേസ് എടുക്കണമെന്നോ അതുപോലെ തന്നെ അന്വേഷണം നടത്തണമോ എന്ന കാര്യമോ വ്യക്തമാക്കുന്നില്ല. അതെല്ലാം സ്വകാര്യത ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതാണ് എന്ന ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ എപ്പോഴും ഈ ഇരയാകപ്പെടുന്നവരുടെ കൂടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടിയും സർക്കാർ സിനിമാ മേഖലയിലെ ഇത്തരം തെറ്റായ നടപടികൾ ഒഴിവാക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ച ഓരോ കാര്യങ്ങളും സർക്കാർ ഇതിനകം തന്നെ നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സിനിമാ നയം ഉൾപ്പെടെ രൂപീകരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ പലതവണ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഓവർറൂൾ ചെയ്താണ് പുതിയ വിവരാവകാശ കമ്മീഷണർ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന തീരുമാനം എടുത്തത്. അതിനുശേഷം പലതവണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായി. അതിനുശേഷം ഹൈക്കോടതി ഇത് പുറത്തുവിടാം എന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് സർക്കാർ അപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും സിനിമാ മേഖലയിലെ ചില അപജയങ്ങൾ മാറ്റി നിർത്തിയാൽ സിനിമാ മേഖല നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതാണ്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുന്ന നിലയുണ്ടാകരുത് എന്ന കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇനി ഏതെങ്കിലും രീതിയിൽ ഈ മൊഴി നൽകിയ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയാൽ അത് ഏത് പ്രമുഖനാണ് എന്ന് നോക്കാതെ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അസിത വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.